ബാംഗ്ലൂർ നഗരത്തിന്റെ പുകപടലങ്ങളും കറുത്ത ഓർമ്മകളും വഴിനീളെ ഉപേക്ഷിച്ച് അർജുന്റെ കാർ കണ്ണൂരിന്റെ പച്ചപ്പിലേക്കും ശാന്തതയിലേക്കും പ്രവേശിക്കുമ്പോൾ അന്തരീക്ഷമാകെ മാറിമറഞ്ഞിരുന്നു. റോഡിന്റെ ഇരുവശങ്ങളിലും തലയുയർത്തി നിൽക്കുന്ന തെങ്ങുകളും നാട്ടിൻപുറത്തെ ചെറിയ അമ്പലങ്ങളിൽ നിന്നുള്ള നാമജപങ്ങളും കുളിർമയുള്ള കാറ്റും സ്നേഹയുടെ മനസ്സിലേക്ക് വല്ലാത്തൊരാശ്വാസം പകർന്നു നൽകി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അനുഭവിച്ച മരണഭയവും അസ്വസ്ഥതകളും ആ കാറ്റിൽ പറന്നുപോയതുപോലെ അവൾക്ക് തോന്നി. വണ്ടി നേരെ വന്ന് നിന്നത് അർജുന്റെ തറവാട് വീടിന്റെ മുന്നിലായിരുന്നു. മകനും മരുമകളും വരുന്നത് കാത്ത് ഉമ്മറത്ത് തന്നെ അമ്മയുണ്ടായിരുന്നു. ബാംഗ്ലൂരിലെ ഗുണ്ടാപ്പണിയെല്ലാം അവസാനിപ്പിച്ച് തൻ്റെ മകൻ ഒരു നല്ല കുടുംബനാഥനായി തിരിച്ചെത്തിയെന്ന് അറിഞ്ഞതു മുതൽ ആ അമ്മയുടെ കണ്ണുകളിൽ സന്തോഷക്കണ്ണീർ നിറഞ്ഞിരിക്കുകയായിരുന്നു. വണ്ടിയിൽ നിന്നിറങ്ങിയ അർജുനെയും സ്നേഹയെയും അമ്മ നിലവിളക്ക് നൽകി സ്വീകരിച്ചു. സ്നേഹയുടെ വലത് കൈയിലെ ഉണങ്ങിത്തുടങ്ങിയ മുറിവ് കണ്ടപ്പോൾ അമ്മയുടെ നെഞ്ചൊന്ന് പിടഞ്ഞെങ്കിലും അർജുൻ അവളെ ചേർത്ത് പിടിക്കുന്നത് കണ്ടപ്പോൾ ആ അമ്മയുടെ ഉള്ളം നിറഞ്ഞു. താൻ ആഗ്രഹിച്ചതുപോലെ തൻ്റെ മകൻ സ്നേഹവാനായ ഒരു ഭർത്താവായി മാറിയിരിക്കുന്നു എന്ന് അവർ തിരിച്ചറിഞ്ഞു. യാത്രയുടെ ക്ഷീണം കാരണം അവർ അന്ന് പകൽ മുഴുവൻ വിശ്രമത്തിലായിരുന്നു. എന്നാൽ അർജുന്റെ മനസ്സ് വല്ലാത്തൊരാകാംക്ഷയിലായിരുന്നു. ബാംഗ്ലൂരിൽ വെച്ച് പലപ്പോഴായി കണ്ടിട്ടുണ്ടെങ്കിലും സ്നേഹയുടെ നാടൻ സൗന്ദര്യത്തെയും അവളുടെ നിഷ്കളങ്കമായ കണ്ണുകളെയും അവൻ ഇത്രയധികം ശ്രദ്ധിക്കുന്നത് ഇതാദ്യമായിട്ടായിരുന്നു. ഒരു വന്യമൃഗത്തെ പോലെ ജീവിച്ച തൻ്റെ ഉള്ളിലേക്ക് സ്നേഹത്തിൻ്റെ അമൃത് ചാലിച്ച തൻ്റെ പെണ്ണിനെ പൂർണ്ണമായി സ്വന്തമാക്കാൻ അവൻ്റെ മനസ്സ് കൊതിക്കുകയായിരുന്നു. വൈകുന്നേരമായപ്പോഴേക്കും വീടാകെ ഒരു ഉത്സവ പ്രതീതിയിലായിരുന്നു. അർജുന്റെ മുറി അമ്മയും കുടുംബക്കാരും ചേർന്ന് പരമ്പരാഗതമായ രീതിയിൽ ഒരുക്കിയിരുന്നു. കട്ടിലിൽ വിരിച്ച വെള്ളവിരിപ്പും മുറിയിലാകെ പടർന്നു കിടക്കുന്ന പിച്ചിപ്പൂക്കളുടെയും മുല്ലപ്പൂക്കളുടെയും വശീകരിക്കുന്ന ഗന്ധവും മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന പാലും പഴവുമെല്ലാം ഒരു പുതിയ തുടക്കത്തിന്റെ സൂചനകളായിരുന്നു. സ്നേഹ കുളി കഴിഞ്ഞ് മുറിയിലേക്ക് വരാൻ ഒരുങ്ങുകയായിരുന്നു. അവളുടെ മനസ്സ് മുഴുവൻ വല്ലാത്തൊരു പേടിയും നാണവും നിറഞ്ഞിരുന്നു. ബാംഗ്ലൂരിൽ വെച്ച് അർജുന്റെ പല ഭാവങ്ങൾ അവൾ കണ്ടിട്ടുണ്ട്. അലർന്ന സിംഹത്തെയും ചോരയിൽ കുളിച്ചു നിൽക്കുന്ന വേട്ടക്കാരനെയും പിന്നീട് തനിക്കായി ഒരുങ്ങുന്ന കാമുകനെയും. എന്നാൽ ഇന്നൊരു ഭർത്താവായി അവൻ തന്നെ സമീപിക്കുമ്പോൾ എങ്ങനെ പെരുമാറണമെന്നറിയാതെ അവളുടെ ഉള്ളം വിറയ്ക്കുകയായിരുന്നു. ഇതാദ്യമായാണ് അവൾ ഒരു പുരുഷന്റെ സാമീപ്യം ഇത്ര അടുത്തറിയാൻ പോകുന്നത്. തൻ്റെ ശരീരവും മനസ്സും അവന് സമർപ്പിക്കേണ്ട ആ നിമിഷത്തെക്കുറിച്ച് ഓർത്തപ്പോൾ അവളുടെ നെഞ്ചിടിപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു. രാത്രി 10 മണിയായി. വീടാകെ നിശബ്ദതയിലാണ്ടു. അർജുൻ മുറിയിലെ കട്ടിലിലിരുന്ന് വാതിലിലേക്ക് തന്നെ നോക്കുകയായിരുന്നു. അവന്റെ നെഞ്ചും പതിവില്ലാതെ ദ്രുതഗതിയിൽ മിടിക്കുന്നുണ്ടായിരുന്നു. ബാംഗ്ലൂർ അധോലോകത്ത് എത്രയോ സുന്ദരികളായ പെൺകുട്ടികളുമായി പലപ്പോഴായി അടുപ്പമുണ്ടായിട്ടുള്ളവനാണ് അവൻ. പണത്തിനും ശരീരത്തിനും വേണ്ടി മാത്രം തൻ്റെ മുന്നിൽ വസ്ത്രമുരിഞ്ഞ ആ ആഡംബര പെൺകുട്ടികളിൽ നിന്നൊന്നും അവന് ലഭിക്കാത്ത ഒരു വല്ലാത്തൊരു വികാരം ഇന്ന് ഈ നാടൻ പെൺകുട്ടിയെ ഓർക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഉണരുന്നുണ്ടായിരുന്നു. അവളോടുള്ളത് വെറുമൊരു ശാരീരിക മോഹമല്ല, മറിച്ച് ആത്മാവുകൾ തമ്മിലുള്ള പവിത്രമായൊരു ഒന്നുചേരലാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. താൻ ആദ്യമായാണ് ഇത്രയും സന്തോഷത്തോടെയും തൃപ്തിയോടെയും ഒരാളെ കാത്തിരിക്കുന്നത്. പെട്ടെന്ന് വാതിൽ പതുക്കെ തുറക്കപ്പെട്ടു. സ്നേഹാകത്തേക്ക് കയറി വന്നു. അവളെ കണ്ടതും അർജുന്റെ ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. അവൻ കണ്ണ് ചിമ്മാതെ അവളിലേക്ക് തന്നെ നോക്കിയിരുന്നു. കേരളീയ തനിമയുള്ള ഒരു കസവ് സാരിയായിരുന്നു അവൾ ധരിച്ചിരുന്നത്. ഈറൻ മാറിയിട്ടില്ലാത്ത അവളുടെ കറുത്ത നീണ്ട മുടിയിഴകളിൽ നിന്നും വെള്ളത്തുള്ളികൾ സാരിത്തുമ്പിലേക്ക് ഇറ്റുവീഴുന്നുണ്ടായിരുന്നു. മുടിയിൽ ചൂടിയ മുല്ലപ്പൂക്കളുടെ മണം മുറിയിലാകെ പടർന്നു. നെറ്റിയിലെ ചെറിയ ചുവന്ന പൊട്ടും കണ്ണുകളിൽ പടർന്ന കൺമഷിയും എല്ലാത്തിലുമുപരി
അവളിൽ നിറഞ്ഞു നിന്ന ആ അമിതമായ നാണവും അവളെ ഒരു ദേവതയെപ്പോലെ സുന്ദരിയാക്കിയിരുന്നു. ബാംഗ്ലൂരിൽ വെച്ച് താൻ കാണാൻ വൈകിയ അല്ലെങ്കിൽ കാണാൻ ശ്രമിക്കാത്ത അവളുടെ യഥാർത്ഥ സൗന്ദര്യം അർജുന ആസ്വദിക്കുകയായിരുന്നു. സ്നേഹ പതുക്കെ നടന്ന് വാതിൽ ചാരി. അവൾ തല താഴ്ത്തി വിരലുകൾ പരസ്പരം കോർത്ത് പിടിച്ച് കട്ടിലിനരികിലേക്ക് നടന്നു വന്നു. അവളുടെ ചുണ്ടുകൾ നേർത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അർജുന്റെ ആ കടുപ്പമുള്ള എന്നാൽ പ്രണയം തുളുമ്പുന്ന നോട്ടം താങ്ങാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അർജുൻ പതുക്കെ കട്ടിൽ നിന്നും എഴുന്നേറ്റു. അവന്റെ 6 അടി 2 ഇഞ്ച് ഉയരമുള്ള ബലിഷ്ഠമായ ശരീരം അവളുടെ മുന്നിൽ വന്നു നിന്നപ്പോൾ സ്നേഹയുടെ ഉള്ളിൽ ഒരു മിന്നൽ പാഞ്ഞുപോയി. അവൻ പതുക്കെ അവളുടെ അരികിലേക്ക് നീങ്ങി നിന്നു. അവളുടെ ശരീരത്തിൽ നിന്നും ഉയരുന്ന ചൂടും മുല്ലപ്പൂ മണവും അവന്റെ വന്യതയെ ഉണർത്താൻ തുടങ്ങി. അവൻ പതുക്കെ തൻ്റെ വലിയ ചൂടുള്ള കൈകൾ കൊണ്ട് അവളുടെ വിറയ്ക്കുന്ന 2 തോളുകളിലും തൊട്ടു. അർജുന്റെ ആദ്യത്തെ ആ സ്പർശനത്തിൽ സ്ത്രീയുടെ ശരീരം ഒന്ന് പിടഞ്ഞു. അവൾ അറിയാതെ കണ്ണുകൾ അടച്ചു. സ്നേഹ. അർജുൻ വളരെ പതുക്കെ ആർദ്രമായി അവളെ വിളിച്ചു. അവന്റെ ശബ്ദം അവളുടെ കാതുകളിൽ ഒരു പ്രണയ സംഗീതം പോലെ വന്നു പതിച്ചു. നീ ഇപ്പോഴും എന്നെ പേടിക്കുന്നുണ്ടോ? അവനവളുടെ മുഖത്തേക്ക് നോക്കി പതുക്കെ ചോദിച്ചു. സ്നേഹ പതുക്കെ തല ഉയർത്തി അവന്റെ തവിട്ടു നിറമുള്ള കണ്ണുകളിലേക്കൊന്ന് നോക്കി. ആ കണ്ണുകളിൽ അപ്പോൾ കാമമായിരുന്നില്ല, പകരം അവളെ ജീവനായി കാണുന്ന ഒരു ഭർത്താവിന്റെ പ്രണയക്കടലായിരുന്നു ഉണ്ടായിരുന്നത്. അവൾ ഇല്ലെന്നർത്ഥത്തിൽ പതുക്കെ തലയാട്ടി. അർജുൻ പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ വലതു കൈ വിരലുകൾ കൊണ്ട് അവളുടെ താടിയിൽ പിടിച്ച് മുഖം അല്പം ഉയർത്തി. അവന്റെ ഇടത് കൈ പതുക്കെ അവളുടെ ഇടുപ്പിലൂടെ പാറി നടന്ന സാരിത്തുമ്പിലേക്ക് നീങ്ങി. അവൻ അവളെ തന്നിലേക്ക് പതുക്കെ വലിച്ചടുപ്പിച്ചു. അർജുന്റെ വിസ്താരമേറിയ നെഞ്ചിലേക്ക് സ്നേഹയുടെ ശരീരം പൂർണ്ണമായും ഒതുങ്ങി നിന്നു. അവന്റെ 6 പാക്ക് ശരീരത്തിന്റെ കടുത്ത ചൂട് സാരിക്കുള്ളിലൂടെ അവളുടെ ശരീരത്തിലേക്ക് പടരാൻ തുടങ്ങി. സ്നേഹയുടെ ശ്വാസഗതി വേഗത്തിലായി. അവളുടെ നെഞ്ചിടിപ്പിന്റെ ശബ്ദം അർജുന് വ്യക്തമായി കേൾക്കാമായിരുന്നു. അവൻ തന്റെ വിരലുകൾ കൊണ്ട് അവളുടെ മുഖത്തേക്ക് വീണുകിടന്ന ഈറൻ മുടിയിഴകൾ പതുക്കെ ചെവിയുടെ പുറകിലേക്ക് മാറ്റി. ആ സമയം അവളുടെ കഴുത്തിലെ വിയർപ്പു തുള്ളികൾ വശീകരിക്കുന്ന രീതിയിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. അർജുൻ പതുക്കെ മുഖം താഴ്ത്തി അവളുടെ കഴുത്തിൽ തന്റെ ചുണ്ടുകൾ അമർത്തി. സ്നേഹയുടെ വായിൽ നിന്നും ചെറിയൊരു സിൽക്കാര ശബ്ദം പുറത്തേക്ക് വന്നു. അവൾ അറിയാതെ തന്റെ ഇടത് കൈ കൊണ്ട് അർജുന്റെ ബ്രോഡായ തോളുകളിൽ മുറുകെ പിടിച്ചു. അവളുടെ വലത് കൈയിലെ മുറിവുള്ള ഭാഗം നോവിക്കാതെ അർജുൻ വളരെ കരുതലോടെയാണ് അവളെ ചേർത്ത് പിടിച്ചിരുന്നത്. അവൻ അവളുടെ കഴുത്തിൽ നിന്നും പതുക്കെ മുഖമുയർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ പാതി അടഞ്ഞ അവസ്ഥയിലായിരുന്നു. നാണം കൊണ്ട് അവളുടെ കവിളുകൾ ചുവന്നു തൊടുത്തിരുന്നു. അർജുൻ പതുക്കെ അവളുടെ സാരിയുടെ പല്ലവ് തോളിൽ നിന്നും താഴേക്ക് മാറ്റി. അവളുടെ വെളുത്ത തോളുകളും കഴുത്തും ആ വിളക്കിന്റെ വെളിച്ചത്തിൽ തിളങ്ങി നിന്നു. അർജുൻ അവളെ പതുക്കെ കട്ടിലേക്ക് കിടത്തി. അവനും അവൾക്ക് മുകളിലായി കിടന്നു. തൻ്റെ ജീവിതത്തിൽ ഇത്രയും ആഗ്രഹിച്ചുകൊണ്ട് ഇത്രയും ആത്മാർത്ഥമായി താൻ ഒരാളെ സ്പർശിക്കുന്നത് ഇതാദ്യമായിട്ടാണെന്ന് അർജുൻ തിരിച്ചറിഞ്ഞു. മുൻപ് പലരുമായും ശരീരം പങ്കിട്ടിട്ടുണ്ടെങ്കിലും അവയ്ക്കൊന്നും നൽകാൻ കഴിയാത്ത ഒരു പരമമായ തൃപ്തിയും സമാധാനവും ഇന്ന് ഈ നിമിഷത്തിൽ അവന് ലഭിക്കുകയായിരുന്നു. സ്നേഹയുടെ ഈ നിഷ്കളങ്കമായ ശരീരമാണ് തൻ്റെ ജീവന്റെ അവസാന അഭയകേന്ദ്രമെന്ന് അവൻ ഉറപ്പിച്ചു. സ്നേഹ തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ശാരീരിക സംഗമത്തിന്റെ പേടിയിലും നാണത്തിലും അർജുന്റെ നെഞ്ചിലേക്ക് മുഖമൊളിപ്പിച്ചു. അർജുൻ പതുക്കെ അവളുടെ മുഖം തൻ്റെ കൈകളിലെടുത്ത് അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകളിലേക്ക് ആഴ്ന്നിറങ്ങി. വളരെ മൃദുവായ എന്നാൽ ആഴത്തിലുള്ള ഒരു ചുംബനമായിരുന്നു അത്. അവളുടെ ചുണ്ടുകളിലെ മധുരം അവൻ പൂർണ്ണമായും നുകർന്നു.
അർജുന്റെ കൈകൾ പതുക്കെ അവളുടെ ശരീരത്തിന്റെ വടിവുകളിലൂടെ ചലിക്കാൻ തുടങ്ങി. ഓരോ സ്പർശനത്തിലും അവൾ തൻ്റെ ശരീരത്തെ അവനായി പൂർണ്ണമായും സമർപ്പിക്കുകയായിരുന്നു. ആദ്യത്തെ ആ ശാരീരിക വേദനയും അതിന് പിന്നാലെ വന്ന പ്രണയത്തിൻ്റെ പരമമായ സുഖവും അവൾ അനുഭവിച്ചറിഞ്ഞു. കട്ടിലെ മുല്ലപ്പൂക്കൾ അവരറിയാതെ തറയിലേക്ക് ഉതിർന്നു വീണു. മുറിയിലെ വിളക്കിന്റെ വെളിച്ചം പതുക്കെ മങ്ങിത്തുടങ്ങി. ആ രാത്രിയിൽ പിച്ചിയും മുല്ലയും വിതറിയ ആ മുറിയിൽ ബാംഗ്ലൂർ നഗരത്തെ വിറപ്പിച്ച ആ സിംഹം തൻ്റെ എല്ലാ വന്യതയും പ്രണയമാക്കി മാറ്റി തൻ്റെ പെണ്ണിൻ്റെ ഉള്ളിലേക്ക് പെയ്തിറങ്ങി. സ്നേഹത്തിൻ്റെ നാണവും പേടിയും മറന്ന് അവൻ്റെ കരുത്തുള്ള ശരീരത്തിലേക്ക് അലിഞ്ഞു ചേർന്നു. രണ്ട് ശരീരങ്ങളും ഒരാത്മാവായി മാറിയ ഒരിക്കലും മറക്കാനാകാത്ത പ്രണയത്തിൻ്റെ വന്യമായ സംഗമമായിരുന്നു ആ രാത്രി. പുലർച്ചെ സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ മുറിയിലേക്ക് അടിച്ചു കയറിയപ്പോൾ അർജുൻ്റെ ബലിഷ്ഠമായ നെഞ്ചിൽ പൂർണ്ണമായ തൃപ്തിയോടെ സുരക്ഷിതമായി ഉറങ്ങുകയായിരുന്നു സ്നേഹ. അവളുടെ നെറ്റിയിൽ വീണ്ടും ഒരു ചുംബനം നൽകി അവൻ അവളെ തൻ്റെ കൈകളിൽ കൂടുതൽ മുറുക്കി നെഞ്ചോട് ചേർത്തു. അവരുടെ പുതിയ ജീവിതത്തിൻ്റെ മനോഹരമായ ഒരു തുടക്കമായിരുന്നു അത്. അങ്ങനെ വെറുപ്പോടെ കെട്ടിയ താലി എന്ന സ്റ്റോറി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കണം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് പേര് ലൈക്ക് ചെയ്യാതെ പോകുന്നുണ്ട്. പിന്നെ എൻ്റെ അവതരണ ശൈലിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയണം. അത്യാവശ്യം മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ അടുത്ത സ്റ്റോറി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള സപ്പോർട്ട് ആ സ്റ്റോറിക്കും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു.